നമ്മുടെ തൃശ്ശൂരിൽ മണലിയിൽ ഒഴുകിപ്പോയ കാർ തിരിച്ചു കിട്ടിയോ ജെയ്സൺ? ഇല്ല അരുൺകുമാറെ, അതാണ് ഏറ്റവും സങ്കടകരവും വിചിത്രവുമായ ഒരു കാര്യം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് പുലർച്ചെയാണ് ഇതേ വഴി, ഈ മടവാക്കര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആളുകൾ ടോൾ കൊടുക്കാതെ വരുന്ന വഴിയാണ്. പക്ഷെ വലിയ വീതിയൊന്നുമില്ല, സൈഡിലൂടെ മണലിപ്പുഴ ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ രാത്രി ഏകദേശം 12:30-ക്ക് ശേഷമാണ് ഒരു LLB വിദ്യാർത്ഥിയാണ്, ചാവക്കാട് സ്വദേശിയായ അനസ്. ഇദ്ദേഹമാണ് കൂട്ടുകാരൻ്റെ കാറാണ്, അത് ബന്ധുവിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറല്ല, ആ കാറുമായി വരുന്നത് ഏകദേശം 17 ലക്ഷം രൂപയും വിലയുള്ള കാറാണ്. ഈ കാറുമായി വരുമ്പോഴാണ് വഴി തെറ്റി നേരെ പുഴയിലേക്ക് ഒഴുകിപ്പോയത്. പക്ഷേ ആ കുട്ടി വിദ്യാർത്ഥി രക്ഷപ്പെട്ടു. അത് വിൻഡോ തുറന്നെടുത്തുകൊണ്ട് തന്നെ കാറ് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ പെട്ടെന്ന് തന്നെ തുറന്ന് പുറത്ത് കടക്കാനായി. പക്ഷേ 2 ദിവസം തെരച്ചിൽ നടത്തിയിട്ടും കാറ് കണ്ടെത്താനായില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ പുഴയാണ്. മണലിപ്പുഴ കണ്ടിട്ടുള്ളവർക്കറിയാം, അത്ര വലിയ വീതിയൊന്നുമില്ല. പക്ഷെ നല്ല ഒഴുക്കുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട്. ഒരു പക്ഷേ ഒരുപാട് ദൂരം ഈ കാറ് അങ്ങനെ ഒഴുകി പോകാനുള്ള സാധ്യത കാണുന്നില്ല. എങ്കിൽ പോലും 2 ദിവസം നടത്തിയ തിരച്ചിലിലും കാറ് കണ്ടെത്താനായില്ല. ഏതെങ്കിലും ചുഴികളിൽ പെട്ടിക്കിടക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. അതുകൊണ്ട് തന്നെ ഒഴുക്ക് കുറയുകയും മഴ കുറയുകയും ചെയ്യാതെ ഇനി തിരച്ചിൽ നടത്താനാകില്ല എന്നതാണ് സ്കൂബ ഡൈവേഴ്സിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. സ്വാഭാവികമായും 2 ദിവസം തിരഞ്ഞിട്ട് കാണാതായതിൽ കടുത്ത നിരാശയുണ്ട്. പുതിയ കാറാണ്, 2022 വാങ്ങിയ കാറാണ്, 17 ലക്ഷം രൂപ വിലയുള്ള കാറാണ്. പക്ഷേ ആ ചുഴികളിൽ എവിടെയോ ഈ കാറ് ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി ആ കാർ കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ വെള്ളത്തിൽ ഫ്രണ്ടിൽ പോയ കാർ തിരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് മൊത്തം പോയി എന്ന് തന്നെ പറയാം. ഒരർത്ഥത്തിൽ ഇത്രയും രൂപ മുടക്കി നിർമ്മിച്ചൊരു വാങ്ങിയ കാറാണ്, എന്നാലും അത് സങ്കടമായി പോയി.